ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ സുമേഷ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് PSCയുടെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആയിട്ടുള്ള കമ്പനി കോർപ്പറേഷൻ ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങളാണ്. അവസാനം നടന്ന PSC ബോർഡ് യോഗത്തിൽ എടുത്ത ഒരു തീരുമാനമാണ് കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് വിജ്ഞാപനം പുറപ്പെടുവിക്കുക. നിരവധി PSC ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു വിജ്ഞാപനമാണ് ഈ കമ്പനി ബോർഡ് LGS എന്ന ഒരു വിജ്ഞാപനം. എന്നാൽ സാധാരണ LGS വിജ്ഞാപനങ്ങളിൽ ഒന്നും ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഈ കമ്പനി ബോർഡ് LGS വിജ്ഞാപനത്തിൽ ഡിഗ്രിക്കാർക്ക് കൂടി അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു വിവരം. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് നിയമനങ്ങൾ നടക്കും എന്നതുകൊണ്ട് മുൻ വർഷങ്ങളിലെ ലിസ്റ്റുകളിൽ നിന്ന് 2500-ലധികം നിയമനങ്ങൾ നടന്നതുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു വിജ്ഞാപനമാണ് ഇത്. ഈ വരുന്ന ഒക്ടോബർ 30 തന്നെ ഈ വിജ്ഞാപനം PSC പുറപ്പെടുവിക്കും. പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ പഠിക്കണം, മുൻ വർഷങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കമ്പയർ ചെയ്ത് നമുക്ക് നോക്കുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം. ഇപ്പൊ വിജ്ഞാപനം ഈ ഒക്ടോബർ 30 പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം എല്ലാവരും, അതായത് ഡിഗ്രി ഉണ്ട് എങ്കിൽ പോലും ഈ LGS തസ്തികയിലേക്ക് നമുക്ക് എല്ലാവർക്കും, അതായത് PSC പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഏജ് ക്രൈറ്റീരിയ അനുസരിച്ച് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. ഇതിനു മുമ്പ് PSC ഈ കമ്പനി കോർപ്പറേഷൻ ബോർഡ് LGS വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ഗസറ്റഡ് ഡേറ്റ് 15/12/2021 അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 19/1/2022 ആയിരുന്നു. കാറ്റഗറി നമ്പർ 609/2021 എന്നുള്ളതും ആയിരുന്നു. നെയിം ഓഫ് ഫേംസ്, അതായത് എവിടെയൊക്കെയാണ് നമുക്ക് ജോലി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക്, അതായത് വേരിയസ് ഗവൺമെന്റ് ഓൺ കമ്പനീസ് കോർപ്പറേഷൻസ് ബോർഡ്. നമുക്കറിയാം തസ്തികയുടെ പേര് ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് എന്നാണ്. ഓരോ സ്ഥാപനങ്ങളിലും വ്യത്യസ്ത തരത്തിലുള്ള സ്കെയിൽ ഓഫ് പേ ആയിരിക്കും. അതായത് സ്കെയിൽ ഓഫ് പേ ആസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ പോസ്റ്റ് ഓഫ് ദി കമ്പനി കോർപ്പറേഷൻ ബോർഡ് കൺസേൺഡ്. അപ്പൊ വേക്കൻസിയെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ പറയുന്നില്ല. വേക്കൻസി ആന്റിസിപ്പേറ്റഡ് ആണെന്നാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്നത്തെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നത്തെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 12/1/2024 അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. 12/1/2024 വന്ന ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷം കൊണ്ട് അവസാനിക്കും. അപ്പോൾ ഈ സമയത്ത് നോട്ടിഫിക്കേഷൻ വിളിച്ചെങ്കിൽ മാത്രമേ ഒരു 6 അല്ലെങ്കിൽ 7 മാസത്തിനുള്ളിൽ എക്സാം നടത്തി, അതിനുശേഷം പിന്നീട് മെയിൻസ് എക്സാം നടത്തി, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, അങ്ങനെ ഒരുപാട് പ്രോസസ്സുകൾക്ക് ശേഷം ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ സാധിക്കൂ. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ മുൻ വർഷത്തെ കമ്പനി ബോർഡ് LGS നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഏജ് ലിമിറ്റ് 18 മുതൽ 36 വരെയാണ്. 18 മുതൽ 36 വരെയാണ് ഇവിടെ ഏജ് ലിമിറ്റ് ആയിട്ട് പറയുന്നത്. ഏജ് ലിമിറ്റ് ആയിട്ട് പറയുന്നത് 18 മുതൽ 36 വരെയാണ്. അത് ജനറൽ കാറ്റഗറിക്കാർക്കാണ്, ജനറൽ വിഭാഗത്തിനാണ്. അവർ 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ച ആളുകൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. 18 മുതൽ 36. അത് OBC കാറ്റഗറിയിലേക്ക് വരുമ്പോൾ 18 മുതൽ 39 ആകും. അത് SC ST വിഭാഗത്തിലേക്ക് വരുമ്പോൾ 18 മുതൽ 41 വയസ്സ് വരെ ആകും. ശ്രദ്ധിക്കുക, ഏതൊക്കെ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് ഏതൊക്കെ ഏജ് റിലാക്സേഷനുകളാണ് ഉള്ളത് എന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് 7ാം ക്ലാസ് പാസ് ആയിരിക്കണം. അതായത് ഇവിടെ പറയുന്നത് മിനിമം യോഗ്യതയാണ് 7ാം ക്ലാസ് എന്ന് പറയുന്നത്. 7th സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് മിനിമം യോഗ്യതയാണ്. പക്ഷെ LGS എക്സാമുകൾക്ക് ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. വേരിയസ് LGSനൊന്നും ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമ്മുടെ കമ്പനി ബോർഡ് LGSന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്,
നിങ്ങൾ ഇനി ഏത് ഹയർ ക്വാളിഫിക്കേഷൻ നേടിയവരും ആയിരിക്കാം. പക്ഷേ ഈ ഒരു എക്സാമിന് ഈ ഏജ് ക്രൈറ്റീരിയക്കുള്ളിൽ വരുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. രണ്ടാമതായിട്ട് പറയുന്നത് സൈക്കിൾ നോളജ് ഉണ്ടായിരിക്കണം. അതായത് സൈക്കിള് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ വനിതകൾക്കും ഡിഫറൻറ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും എന്ത് ചെയ്യണ്ട, അത് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ക്വാളിഫിക്കേഷനും ഏജ് ക്രൈറ്റീരിയയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത ഭാഗം മുൻ വിജ്ഞാപനത്തെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. കാരണം മുൻ വിജ്ഞാപനം വന്നത് എന്നാണ് എന്ന കാര്യം നമ്മൾ പറഞ്ഞു. 15/12/2021 വിജ്ഞാപനം. ഇതിനു മുമ്പ് കമ്പനി ബോർഡ് LGS പ്രസിദ്ധീകരിച്ചത്. അന്നത്തെ അപേക്ഷകർ എന്ന് പറയുന്നത് ഏകദേശം 8.5 ലക്ഷത്തോളം അപേക്ഷകരുണ്ടായിരുന്നു. 8.5 ലക്ഷത്തോളം അപേക്ഷകരുണ്ടായിരുന്നു. പക്ഷേ ശ്രദ്ധിക്കുക, കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ 1 ലക്ഷത്തോളം ആളുകൾ കുറഞ്ഞു. 1 ലക്ഷത്തോളം ആളുകളാണ് കുറഞ്ഞത്. പക്ഷെ ഇവിടെ നിങ്ങൾ അപേക്ഷകരുടെ എണ്ണം കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇതൊരു LGS എക്സാം ആണ്. വളരെ ബേസ് ചോദ്യങ്ങളായിരിക്കും വരുന്നത്. സിസ്റ്റമാറ്റിക് ആയി പഠിക്കുന്നവർക്ക് നെഗറ്റീവ് മാർക്കുകൾ കുറച്ച് ഈ പറയുന്ന കട്ട് ഓഫ് മാർക്കിനേക്കാൾ ഒരു 10 മാർക്കിനപ്പുറത്തേക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിയമനത്തിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ജോലി സാധ്യതയാണ് ഈ ഒരു കമ്പനി ബോർഡ് LGSനുള്ളത് എന്ന്. അതിനുശേഷം എക്സാം നടത്തിയത് 6 സ്റ്റേജസിലാണ്. അതായത് ഇത്രയും ഉദ്യോഗാർത്ഥികൾ ഉള്ളത് കൊണ്ട് തന്നെ 6 ഘട്ടങ്ങളായാണ് എക്സാം നടത്തിയത്. 6 ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം നടത്തിയത് എന്ന് ഓർക്കുക. പ്രിലിംസ് എക്സാം നടത്തിയത് 6 ഘട്ടങ്ങളായിട്ടാണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത്തവണയും ഇത്രത്തോളം അപേക്ഷകരുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ പ്രിലിമിനറി എക്സാം ഉണ്ടാകും എന്ന കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. അപ്പൊ പ്രിലിംസ് ക്ലിയർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആദ്യ ഘട്ടത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത്. അതിനുശേഷം പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ട് മാത്രം മെയിൻസിന് വേണ്ടിയുള്ള വലിയ തയ്യാറെടുപ്പിലേക്ക് നിൽക്കുക. കാരണം പ്രിലിംസ് ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്തിലേക്ക് എത്താൻ പറ്റൂ, മെയിൻസ് എക്സാം എഴുതാൻ പറ്റൂ. ഇനി ഇവിടെ പ്രിലിമിനറി എക്സാം നടത്തിയതിനു ശേഷം അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ അവരുടെ കട്ട് ഓഫ് ആയിട്ട് പറയുന്നത് 75 മാർക്കാണ്. 75 മാർക്കാണ് അവരുടെ കട്ട് ഓഫ് ആയിട്ട്, പ്രിലിംസിന്റെ കട്ട് ഓഫ് ആയിട്ട് പറയുന്നത്. ഏകദേശം 57,912 പേരോളമാണ് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. മെയിൻസ് എക്സാം 17/5/2023 നടത്തി മെയിൻസ് എക്സാം. ഇതിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ആ മെയിൻസ് എക്സാമിന്റെ കട്ട് ഓഫ് ആയിട്ട് വന്നത് 76 മാർക്കാണ്. ശ്രദ്ധിക്കുക, 76 മാർക്കാണ് അവിടെ കട്ട് ഓഫ് ആയിട്ട് വന്നത്. അപ്പം മെയിൻസ് എക്സാമിന്റെയും പ്രിലിംസ് എക്സാമിന്റെയും കട്ട് ഓഫ് പറഞ്ഞു 75, 76 റേഞ്ചിൽ നിൽക്കുന്ന കട്ട് ഓഫുകളാണ് ഇവിടെ ഉള്ളത്. ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു കട്ട് ഓഫ് കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ചില ഉദ്യോഗാർത്ഥികളുണ്ട്, അയ്യോ ഇത്രയും കട്ട് ഓഫിലേക്ക് എനിക്ക് എങ്ങനെ എത്താൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊരു LGS എക്സാം ആണ്. ഇതിന്റെ സിലബസ് കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഉണ്ടാവണം. അതായത് ഒരു ചെറിയ സിലബസ്, ഇംഗ്ലീഷോ മലയാളമോ ഒന്നുമില്ല ഈ സിലബസിൽ. ഒരു സാധാരണ LGS വേരിയസ് എക്സാമിന്റെ അതേ സിലബസ് ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ കൃത്യമായി പഠിച്ച് കൃത്യമായി മോക്ക് ടെസ്റ്റുകൾ എഴുതി കൃത്യമായ രീതിയിൽ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ ഈ പറയുന്ന 75, 76 എന്ന് പറയുന്ന ഈ ഒരു കട്ട് ഓഫ് മാർക്ക് ക്ലിയർ ചെയ്യാനും ഏകദേശം ഒരു 85-ന് മുകളിൽ മാർക്ക് വാങ്ങാൻ സാധിക്കണം. കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക മാത്രമല്ല 85 മാർക്കിന് മുകളിൽ നമ്മൾ എത്തിച്ചേർന്നാൽ നമുക്ക് 1 വർഷത്തിനുള്ളിൽ ലിസ്റ്റ് വന്ന് 1 വർഷത്തിനുള്ളിൽ ജോലി ഉറപ്പിക്കാം. അപ്പം കട്ട് ഓഫിന്റെ കാര്യം ഞാൻ പറഞ്ഞു. മുൻ വർഷത്തെ കട്ട് ഓഫ് എത്രയാണ്? ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആകെ 8,213 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. അതിൽ മെയിൻ ലിസ്റ്റിൽ 4,038, സപ്ലിമെന്ററിയിൽ 4,055 എന്ന രീതിയിലാണ്. ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 12/1/2024. നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ, അതായത് ഈ റാങ്ക് ലിസ്റ്റിന്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ 3000, അതായത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ മെയിൻ ലിസ്റ്റ് വന്നപ്പോൾ ഉൾപ്പെട്ടവർ 7,262. അതിൽ 3,712 പേര്
എവിടെയാണ്? മെയിൻ ലിസ്റ്റിലും 3438 പേര് സപ്ലിമെന്ററി ലിസ്റ്റിലും ഭിന്നശേഷി ലിസ്റ്റിൽ 114 പേരും. ഇനിയാണ് നമുക്ക് ഏറ്റവും സന്തോഷിക്കാവുന്ന കാര്യത്തിലേക്ക് എത്തുന്നത്. ഇതുവരെ കറണ്ട് ഈ ഒരു സമയം വരെ 2426 നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക, 3712 പേരുടെ മെയിൻ ലിസ്റ്റിൽ 3712 പേരുടെ മെയിൻ ലിസ്റ്റിൽ നിന്ന് ഇതുവരെ 2426 നിയമനം നടന്നു. ഇനിയും ലിസ്റ്റിന് ഏകദേശം 1 വർഷത്തിന് മുകളിൽ കാലാവധിയുണ്ട്. ലിസ്റ്റ് ക്യാൻസൽ ആവാൻ ഇനി ഏകദേശം 1 വർഷത്തിന് മുകളിൽ സമയമുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ 2400 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് മുകളിൽ ഒരു 3000-ന് അപ്പുറത്തേക്കെങ്കിലും നിയമനം നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ ഓപ്പൺ മെറിറ്റിൽ 2007, അതുപോലെ തന്നെ ഫീമെയിൽ 1961 എന്ന രീതിയിലൊക്കെയാണ്. അതായത് നൈറ്റ് വാച്ച്മാൻ പോലുള്ള പോസ്റ്റുകളിലേക്ക് നമുക്ക് വനിതകളെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ രീതിയിൽ ഫീമെയില് മെയില് എന്ന രീതിയിൽ വരുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും SC/ST കാറ്റഗറിയിൽ അങ്ങനെ നിരവധി ലിസ്റ്റുകളിൽ, അതായത് നിരവധി വിഭാഗത്തിൽപ്പെട്ട സപ്ലിമെന്ററിയിൽ നിന്ന് പോലും നിയമനം നടന്നിട്ടുണ്ട്. അപ്പൊ റിസർവേഷൻ കാറ്റഗറി ഉള്ളവരാണെങ്കിൽ അവരിതൊന്ന് ശ്രദ്ധിക്കുക. കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ, കുറച്ചൊന്ന് സ്മാർട്ട് വർക്ക് ചെയ്താൽ നമുക്ക് ജോലിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് ഈ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ല എന്ന് കരുതുന്നു. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ലിസ്റ്റിനെ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഓരോ വിവരങ്ങളും പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇനി ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ്, നമുക്കിപ്പോ കമ്പനി ബോർഡ് LGS എന്ന രീതിയിലുള്ള ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ എവിടെയൊക്കെയാണ് ജോലി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് നിയമനം കിട്ടുന്നത് എവിടെയൊക്കെയാണെന്ന് നോക്കാം. വാട്ടർ അതോറിറ്റി, ബെവ്കോ, KSFE, ഹൗസിംഗ് ബോർഡ്, KTDC, മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ ഫണ്ട് ബോർഡ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ടുഡി വർക്ക്സ് വെൽഫെയർ ഫണ്ട് ബോർഡ്, ഹെഡ്ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ്, പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ബാക്ക്വേർഡ് ക്ലാസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്, SC/ST ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്നത് ബെവ്കോ, വാട്ടർ അതോറിറ്റി, KSFE എന്നീ സ്ഥാപനങ്ങളിലേക്കാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്നതും നിയമനം നടക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള സ്ഥാപനങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇത്രയും വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് നമുക്ക് നിയമനം ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ 2500 അല്ലെങ്കിൽ 3000 നിയമനങ്ങൾ നടക്കുന്നതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. ഓക്കെ, അപ്പം ഇത്രയും സ്ഥാപനങ്ങളിലേക്കായിരിക്കും ഒരു കമ്പനി ബോർഡ് LGS ആയി ജോലി പ്രവേശിക്കുന്ന ആള് ജോലി ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇനിയാണ് വളരെ വളരെ പ്രധാനപ്പെട്ടത്, നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നതുമായ കാര്യങ്ങൾ. അതായത് നിങ്ങൾക്ക് കട്ട് ഓഫിന്റെ കാര്യത്തിലും നിയമന നിലയുടെ കാര്യത്തിലും വന്ന ആ ഒരു എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യം പ്രതീക്ഷിക്കാം. ഒരുപാട് പ്രതീക്ഷിക്കാവുന്ന, അതായത് ഒരുപാട് ആഗ്രഹിക്കാവുന്ന ഒരു ജോലിയാണ് എന്ത്? കമ്പനി ബോർഡ് LGS. കാരണം മുൻവർഷത്തെ നിയമന നില എന്ന് പറയുന്നത് ഇപ്പൊ പരീക്ഷ എഴുതാനായിട്ട് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു എണ്ണമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സിലബസ് അറിഞ്ഞ് പഠിക്കുക എന്നതാണ് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ നോക്കിയേ, നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എക്സാമുകൾക്ക് തന്നിട്ടുള്ള സിലബസ് അതേപടിയാണ് നമ്മുടെ കമ്പനി ബോർഡ് LGSനും നൽകിയിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം, മലയാളം, ഇംഗ്ലീഷ് എന്നീ സബ്ജക്റ്റുകൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ പ്രിലിംസിന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷിക്കാവുന്ന, കാരണം നമുക്ക് ഒരു ഫ്രെയിമിനകത്ത് നിന്ന് പഠിച്ചാൽ മതി. അതിൽ തന്നെ കുറച്ച് സ്മാർട്ട് വർക്ക് കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ 75 എന്ന് പറയുന്ന കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നത് ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത്ര ടഫായിട്ടുള്ള ഒരു ടാസ്ക് അല്ല. ഇവിടെ നോക്കിയേ, പൊതുവിജ്ഞാനം 40 മാർക്കിനാണ് പൊതുവിജ്ഞാനത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. ആനുകാലിക വിഷയങ്ങൾ അഥവാ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിന്ന്
20 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. സയൻസ് ഭാഗത്ത് നിന്ന് 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ, അതായത് കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്. പൊതുജനാരോഗ്യം 10 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. ലഘുഗണിതം, മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും, അതായത് മെന്റൽ എബിലിറ്റി ഭാഗത്ത് നിന്നും മാത്സ് ഭാഗത്ത് നിന്നും 20 മാർക്ക്. ഇങ്ങനെയാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ 100 മാർക്ക് എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലേക്ക് എത്തുന്നത്. അപ്പം ഈ ഒരു ഭാഗത്തിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, അതായത് കമ്പനി ബോർഡ് LGS ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു സിലബസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഇനി നമുക്ക് പറയാനുള്ളത്, ഓരോ ഭാഗത്തു നിന്നും ഏതൊക്കെ മേഖലകൾ, അതായത് പൊതുവിജ്ഞാനം എന്ന ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ അത് എവിടെ നിന്നൊക്കെ വരാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയ ഭാഗത്ത് നിന്ന് 5 മാർക്കിനുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുക. മുൻ വർഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ LGS എക്സാമുകൾക്കും കൃത്യമായും തന്നിട്ടുള്ള സിലബസിനോട് നീതി പുലർത്തിക്കൊണ്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന, ഇനി ഞാൻ പറയാൻ പോകുന്നതും ഈ പറയുന്നതുമായിട്ടുള്ള എല്ലാ ഏരിയയിൽ നിന്നും സ്കൂൾ ടെക്സ്റ്റ് അനലൈസ് ചെയ്ത് അതിലുള്ള കണ്ടന്റുകൾ കൂടി പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ. ലാസ്റ്റ് ഞാനൊരു 6 സ്റ്റെപ്സ് അല്ലെങ്കിൽ 6 കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷയ്ക്ക് മുന്നായി ശ്രദ്ധിക്കേണ്ട 6 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. എന്നിരുന്നാലും ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം കേൾക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഴയ SCRT പാഠപുസ്തകങ്ങളും പുതിയ SCRT പാഠപുസ്തകങ്ങളും, അതായത് മിക്കവാറുമുള്ള എല്ലാ ക്ലാസ്സുകളിലെയും പാഠപുസ്തകങ്ങളെല്ലാം കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ചേഞ്ച് ആയിട്ടുണ്ട്. കൂടുതൽ കണ്ടന്റുകൾ ഉൾപ്പെടുത്തി, അതായത് ചാപ്റ്ററുകളുടെ എണ്ണം കുറച്ച് ഉള്ള ചാപ്റ്ററുകളിൽ കൂടുതൽ കണ്ടന്റുകൾ ഉൾപ്പെടുത്തിയാണ് പുതിയ പാഠപുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ടും ആ പാഠപുസ്തകങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ. അത് പഴയ പാഠപുസ്തകങ്ങളും പുതിയ പാഠപുസ്തകങ്ങളും, അത് പാഠപുസ്തകങ്ങൾ സംഘടിപ്പിച്ച് തന്നെ പഠിക്കണമെന്നില്ല, അതിന് പല മാർഗങ്ങളും ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാം. അതിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് എഫർട്ട് എടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുസ്തകങ്ങൾ കണ്ടെത്തി പഠിക്കാൻ സാധിക്കും. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് 5 മാർക്കാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, ഇത് കൃത്യമായ രീതിയിൽ ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ സ്കൂൾ ടെക്സ്റ്റിലുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും, ഇതും 5 മാർക്കിനാണ്. ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യൻ ഭരണഘടന, അടിസ്ഥാന വിവരങ്ങൾ, 5 മാർക്കിന് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പൊതുവിജ്ഞാനത്തിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്ന ഏരിയാസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ്, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, അതായത് ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന്, ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് 5 മാർക്കിനുള്ള ചോദ്യങ്ങൾ വരും. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, ഇതും കൃത്യമായ രീതിയിൽ സ്കൂൾ ടെക്സ്റ്റ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ 9ാം ക്ലാസ്സിലെ ഭൂമിശാസ്ത്രം അഥവാ ജോഗ്രഫിയുടെ സ്കൂൾ ടെക്സ്റ്റിൽ മിക്കവാറും ഓരോ ചാപ്റ്ററുകളിലും ഓരോ ഭൂപ്രകൃതിയെ കുറിച്ച് വിശദമായിട്ട് തന്നെ ആണ് ചാപ്റ്ററുകൾ പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ പഠിക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഏരിയാസും കൂടി പഠിക്കുക. ഇനി കേരള ജോഗ്രഫിയിലേക്ക് വരികയാണെങ്കിലോ, കേരള ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികൾ, കായലുകൾ, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ കുറിച്ചുള്ള അറിവ്. ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിൽ ഇപ്പൊ നദികളെ കുറിച്ച് പഠിക്കാൻ കുറച്ച് ഏരിയ ഉള്ളൂ, ഒരു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാം. കായലുകളും അതുപോലെ തന്നെ, നദികളും കായലുകളും വേണമെങ്കിൽ ഒന്നിച്ച് പഠിച്ചു തീർക്കാം. വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, മത്സ്യബന്ധനം, അങ്ങനെ ഓരോ ടോപ്പിക്കും എടുത്തു കഴിഞ്ഞാൽ ഓരോ ദിവസം പഠിച്ചു തീർക്കാനാണെങ്കിൽ എത്ര സമയം കൊണ്ട് ഈ സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഒന്ന് പരിശോധിച്ച് നോക്കുക. നെക്സ്റ്റ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകന്മാർ. അപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന നവോത്ഥാന നായകന്മാരെ എടുക്കുക, അവരെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. വനിതകൾ ഉണ്ടെങ്കിൽ അവരെ എടുക്കുക, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, അതുപോലുള്ള
എല്ലാ മിക്കവാറുമായിട്ടുള്ള എല്ലാ സംഭവ വികാസങ്ങളെ കുറിച്ച് പഠിക്കുക. അടുത്തത് ശാസ്ത്ര സാങ്കേതിക മേഖല, കല, സാംസ്കാരിക മേഖല, രാഷ്ട്രീയ, സാമ്പത്തിക, സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. 5 മാർക്ക്. അപ്പൊ ഇവിടെ 5 മാർക്കിന്റെ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഭാഗമാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 10 മാർക്കാണ്. അപ്പൊ കൂടുതൽ ഇമ്പോർട്ടൻസ് ആർക്ക് കൊടുക്കണം? ഈ 10 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്ന, അതായത് കൂടുതൽ മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്ന ഭാഗത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക തന്നെ വേണം. കാരണം കുറച്ച് മാർക്കിന്റെ ഭാഗം പഠിക്കണ്ട എന്നല്ല, പക്ഷെ ഈ ഒരു ഭാഗത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക വേണം. അതെന്താണെന്നുള്ള കാര്യം നമുക്ക് എക്സാംസ് മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ്, ആനുകാലിക വിഷയങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു കൂടുതൽ മാർക്ക് ഉള്ളതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പലർക്കും ഡൗട്ടാണ് ഈ ആനുകാലിക വിഷയങ്ങൾ എന്ന് വരെയുള്ളത് പഠിക്കണം. എന്നാണോ നിങ്ങളുടെ എക്സാം നടക്കുന്നത് അതിന് തൊട്ട് മുന്നത്തെ മാസം വരെ ഉള്ള ആനുകാലിക വിഷയങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പഠിച്ചിട്ട് മാത്രമേ നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോകാവുള്ളൂ. നെക്സ്റ്റ്, സയൻസിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ജീവശാസ്ത്രം 5 മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത്. അത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അപ്പൊ ഇതാണ് നമ്മുടെ ജീവശാസ്ത്രം അഥവാ ബയോളജിയുടെ ഭാഗത്ത് നിന്നും വരുന്നത്. ഇനി അതുപോലെ തന്നെ ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്നും 5 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. ആറ്റവും ആറ്റത്തിന്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം, നിത്യ ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും, ഊർജവും അതിന്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയുധവും സവിശേഷതകളും. അപ്പൊ ഈ ഒരു ഏരിയ സൗരയുധം സവിശേഷത എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ PSC നമ്മൾ മറന്നുപോയ കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. കൃത്യമായ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് എന്നത് ഓർമ്മ വേണം. നെക്സ്റ്റ്, പൊതുജനാരോഗ്യം 10 മാർക്ക്. ശ്രദ്ധിക്കുക, ബയോളജി കഴിഞ്ഞാൽ പിന്നെ വരുന്ന മറ്റൊരു ഭാഗമാണ് പൊതുജനാരോഗ്യം. ഇത് കണക്ട് ചെയ്ത് നമുക്ക് അവിടെയും പഠിക്കാൻ പറ്റും. അവിടെയും പലയിടത്തും പഠിക്കുന്നതായതുകൊണ്ട് നമുക്ക് ഇവിടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട കാര്യമില്ല. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായ രീതിയിൽ നിങ്ങൾ പഠിക്കണം. കാരണം ഞാൻ പറഞ്ഞു 10 മാർക്കിനാണ് ചോദ്യം പ്രതീക്ഷിക്കാവുന്നത്. നെക്സ്റ്റ്, മാത്സിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ലഘുഗണിതം, മാനസിക ശേഷിയും നിരീക്ഷണ പാടവ പരിശോധനയും. 10 മാർക്കിനാണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. 10 മാർക്കിനാണ് ഈ ഒരു ഭാഗത്ത് നിന്ന്. പക്ഷെ ശ്രദ്ധിക്കണം, മാത്സിന് മൊത്തം 20 മാർക്കിൽ, ടോട്ടൽ 20 മാർക്കിനാണ്. അതിൽ ലഘുഗണിതം എന്ന കാറ്റഗറിയിൽ നിന്ന് 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു ഉസാഗ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും. നമുക്ക് ആകെ എത്ര ടോപ്പിക്കുകൾ തന്നിട്ടുണ്ട്? 8 ടോപ്പിക്കുകളെ തന്നിട്ടുള്ളൂ. ഈ 8 ടോപ്പിക്കുകളിൽ ഇതെല്ലാം എളുപ്പം പഠിക്കാവുന്ന ടോപ്പിക്കുകളാണ്. പഠിക്കുക, അതിനുശേഷം PYQs ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ മാത്സിന്റെ കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട കാര്യമേ ഇല്ല. നെക്സ്റ്റ്, നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. മാനസിക ശേഷിയും നിരീക്ഷണ പരിശോധനയും. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണ്ണയം. ഇതാണ് നമ്മുടെ മാനസിക ശേഷിയും നിരീക്ഷണ പാടവ പരിശോധനയും. 10 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നു. ഇതും ഒരുവിധം നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുക. ഇത് കൂടാതെ അവരിവിടെ പറയുന്ന ഈ ഒരു ഭാഗത്ത് ഞാനൊന്ന് ബ്രീഫായിട്ട് പറയാം. നിങ്ങൾക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ആണോ പറയുന്നത് ആ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ പഠിച്ചിരിക്കണം. അതായത് സിലബസിന് ഔട്ടിൽ, അതായത് പുറത്തു നിന്നുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ വന്നാലും എന്ന രീതിയിലാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, കൃത്യമായിട്ട് നിങ്ങൾ ഏകദേശം ഒരു 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സയൻസ്, സോഷ്യൽ സയൻസ് പാഠപുസ്തകങ്ങൾ കൃത്യമായി പഠിക്കുന്നുവെങ്കിൽ ഈ ഒരു തന്നിരിക്കുന്ന കാര്യവും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പരിചയപ്പെടുത്തിയ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ സിലബസിലുള്ള കൃത്യമായും ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന എല്ലാ ടോപ്പിക്കുകളും പാഠഭാഗങ്ങളും നിങ്ങൾ നന്നായി പഠിക്കുന്നുവോ ഉറപ്പായും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നല്ല ഒരു മാർക്കിലേക്ക് എത്താൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട 6 കാര്യങ്ങളെ കുറിച്ച് കൂടി ഞാൻ പറയുകയാണ്, ശ്രദ്ധിക്കുക. നിങ്ങളുടെ പഠനം ഫലപ്രദമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ, നിങ്ങളുടെ പഠനം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ ഈ കാണിച്ച സിലബസിന്റെ PDF ഫോർമാറ്റ് നിങ്ങൾ പ്രിന്റ് എടുക്കുക. അത് പ്രിന്റ് എടുത്ത് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കണം. കാരണം
പഠിച്ചു കഴിയുന്ന ഓരോ ടോപ്പിക്കുകളും ഓരോ ഭാഗങ്ങളും നിങ്ങൾ കൃത്യമായി മാർക്ക് ചെയ്ത് വെക്കുക. ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ഭാഗങ്ങൾ മാർക്ക് ചെയ്യണമെന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ, അതായത് PSCയിൽ ഏറ്റവും കൂടുതൽ നിയമനം നടത്തുന്ന അല്ലെങ്കിൽ നിയമനം നടക്കുന്ന ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ നമുക്ക് ഏറ്റവും വേഗത്തിൽ, അതായത് കുറഞ്ഞ സമയം കൊണ്ട് ജോലിയിലേക്ക് എത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന 6 കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പായും നിങ്ങൾക്കൊരു 85 മാർക്കിന് മുകളിൽ എന്ത് കിട്ടും? മാർക്ക് കിട്ടും. അതായത് ഇതിനേക്കാൾ മുകളിലേക്ക് എത്തണം. കാരണം പരമാവധി എത്ര മാർക്കിലേക്ക് എത്തണം എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പഠനത്തിലൂടെ നമ്മൾ കണ്ടെത്തണം. അപ്പൊ സിലബസ് പ്രിന്റ് എടുക്കുക എന്നത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ് SCRT ചാപ്റ്റേഴ്സ്, അതായത് പഴയതും പുതിയതും, ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് ബുക്കുകൾ എല്ലാം കണ്ടെത്തി പഠിക്കുക എന്നൊന്നും ആരും വിചാരിക്കേണ്ട. അത് പഠിക്കുന്നതിന് വേണ്ടിയുള്ള പല മെറ്റീരിയൽസ് ഇന്ന് അവൈലബിൾ ആണ്. നമ്മുടെ CCയിലെ ക്ലാസ്സുകളിലും സ്കൂൾ ടെക്സ്റ്റ് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നത്. അപ്പൊ അതെന്ത് ചെയ്യുക? കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. SCRT ചാപ്റ്റേഴ്സ് നിങ്ങൾ മിസ് ചെയ്തിട്ട് ഒരു പഠനം മുന്നോട്ട് കൊണ്ടുവന്ന് കരുതണ്ട. ഇനി നിങ്ങൾ ചെയ്യേണ്ട മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു. പരീക്ഷയ്ക്ക് പോയി ആദ്യമായി OMR ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് എന്നതിനകത്ത് കാര്യമില്ല. നിങ്ങളെ പുതിയ ട്രെൻഡിങ് ചോദ്യങ്ങൾ PSCയുടേത് കണ്ടു പഠിച്ചിട്ടുണ്ടോ? അതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് റിലേറ്റഡ് ഫാക്ട് പഠിക്കുക. അതായത് PSC റീസെന്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമേഖലകൾ, ആ ചോദ്യമേഖലകളെ കൂടുതൽ ആഴത്തിൽ പഠിക്കുക. അതിനുവേണ്ടി നിങ്ങൾ പഠിക്കാനായി തിരഞ്ഞെടുക്കേണ്ടത് 10th ലെവൽ പ്രിലിംസ് എക്സാമുകൾക്കും 10th ലെവൽ മെയിൻസ് എക്സാമുകൾക്കും ചോദിച്ച മുഴുവൻ മുൻവർഷ ചോദ്യങ്ങളും PYQs. 12th ലെവലിലും 10th ലെവലിലും നടന്ന മുഴുവൻ PYQs, അത് പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും, നിങ്ങൾ പ്രിലിമിനറി എക്സാം എഴുതുന്നതിന് മുമ്പ്, അതായത് നമ്മുടെ LGS പ്രിലിമിനറി എക്സാം എഴുതുന്നതിന് മുമ്പ്, കമ്പനി ബോർഡ് LGS പ്രിലിമിനറി എക്സാം എഴുതുന്നതിന് മുമ്പ് 10th 12th പ്രിലിംസ് മെയിൻസ് പ്രീവിയസ് ഇയർ PYQs കൃത്യമായി പഠിക്കണം. വിത്ത് റിലേറ്റഡ് ഫാക്ട്, അതുമായി ബന്ധപ്പെട്ട് പറയുന്ന മറ്റു വസ്തുതകൾ കൂടി കണ്ടെത്തി പഠിക്കണം. പിന്നെ ഞാൻ പറഞ്ഞു 20 മാർക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ വരുന്ന കറണ്ട് അഫേഴ്സ് കൃത്യമായും പഠിച്ചു തന്നെ പോകണം. അല്ലാതെ പരീക്ഷയുടെ അടുക്കുന്ന ഒരാഴ്ച കൊണ്ട് പഠിക്കാം എന്ന് കരുതരുത്. ആ 1-2 ആഴ്ച കൊണ്ട് പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിനു മുമ്പുള്ള സമയങ്ങളിൽ കൃത്യമായും പഠിച്ചു പോയാൽ നമുക്ക് അതൊരു വലിയ ബർഡനായിട്ട് മാറില്ല. നമുക്കത് പഠിച്ചു തന്നെ പോകാം. ഇനി സയൻസ് ടോപ്പിക്ക് ശ്രദ്ധിക്കുക. സയൻസ് ടോപ്പിക്കുകൾ മറക്കരുത്. കാരണം 5 മാർക്കിനൊക്കെയാണ് വരുന്നതെങ്കിലും അതെല്ലാം കൂടെ ഒന്നിച്ചു ചേരുമ്പോൾ ഏകദേശം 30 മാർക്കിനോളമുള്ള ചോദ്യങ്ങൾ വരുന്ന മേഖലയായതുകൊണ്ട് സയൻസ് ടോപ്പിക്കിനെ നിങ്ങൾ വിട്ടുകളയരുത്. ബാക്കി പഠിക്കുന്ന സമയത്ത് സയൻസ് ടോപ്പിക്കിനും അതേ ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കുക. PYQs ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സയൻസ് ടോപ്പിക്ക് ക്ലിക്ക് കിട്ടും. പക്ഷെ സയൻസ് ടോപ്പിക്കിന്റെ കാര്യം മറന്നു പോരുത്. നെക്സ്റ്റ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ആരും ഇത് ചെയ്യാതെ പോകരുത്. ഇത് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 75 മാർക്കാണ് കിട്ടുന്നത് എങ്കിൽ, പരീക്ഷ എഴുതി കഴിഞ്ഞ് ഇത് ചെയ്യാത്ത ഒരു ഉദ്യോഗാർത്ഥിക്ക് 75 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ, ഇത് ചെയ്ത ഒരു ഉദ്യോഗാർത്ഥികൾക്ക് 75-നോടൊപ്പം ഒരു 15 to 20 മാർക്ക് എക്സ്ട്രാ കിട്ടും. ഉറപ്പാണ്. നിങ്ങൾ OMR പേപ്പറിൽ തന്നെ, OMR ഒക്കെ അവൈലബിൾ ആണ്, ആ പേപ്പറിൽ തന്നെ മോക്ക് ടെസ്റ്റ് 100 മാർക്കിന് എവിടെ നിന്നൊക്കെ കിട്ടുന്നുവോ ആ ചോദ്യങ്ങൾ വെച്ച് മോക്ക് ടെസ്റ്റ് ചെയ്യണം. മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ മാർക്ക് കിട്ടേണ്ട മാർക്കിനേക്കാൾ 15 അല്ലെങ്കിൽ 20 മാർക്ക് എക്സ്ട്രാ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് തെറ്റുകൾ, റോങ് ആൻസേഴ്സ് വരും, തെറ്റുകൾ വരും. അങ്ങനെ തെറ്റുകൾ വരുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് പഠിച്ച ഭാഗത്ത് നിന്ന് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് അവിടെ തെറ്റ് പറ്റി? ഞാൻ എന്റെ ശ്രദ്ധക്കുറവ് കൊണ്ടുണ്ടായ തെറ്റാണോ അത്? പിന്നീട് ഒരിക്കലും നമ്മൾ അടുത്ത എക്സാം എഴുതുന്ന സമയത്ത്, അടുത്ത മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ തെറ്റ് ആവർത്തിക്കരുത്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ തെറ്റ് മനസ്സിലാക്കാൻ നമുക്ക് ഈ OMR മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ പ്രയോജനം ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കമ്പനി ബോർഡ് LGSുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ സ്റ്റഡി സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പഠിക്കുക. ഒപ്പം തന്നെ പരമാവധി ക്വസ്റ്റ്യൻ പേപ്പറുകൾ മോക്ക് ടെസ്റ്റുകളായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അത് OMR ആയിട്ട് തന്നെ ചെയ്യണം. വെറുതെ എഴുതി ചെയ്യുന്ന രീതി മുന്നോട്ട് കൊണ്ടുവരുത്.
ഇപ്പൊ നിലവില് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ കമ്പനി ബോർഡ് LGS പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. റെക്കോർഡഡ് ലൈവ് PYQ ഡിസ്കഷൻ മെന്റർഷിപ്പോട് കൂടി നല്ല ഒരു അടിപൊളി ബാച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ഉദ്യോഗാർത്ഥികൾ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സാറ്റിസ്ഫൈഡ് ആണ്. അവർ കൃത്യമായി പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നു, സിലബസ് കവർ ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും നമുക്ക് തുടക്കം മുതൽ, അതായത് ഒക്ടോബർ 30 നോട്ടിഫിക്കേഷൻ വന്ന് ഒട്ടും താമസിക്കാതെ എല്ലാ സമയവും പരമാവധി പ്രയോജനപ്പെടുത്തി പഠിച്ച് വരുന്ന എക്സാം പ്രിലിംസ് ക്ലിയർ ചെയ്യാം. അതിനുശേഷം മെയിൻസിലേക്ക് കടക്കാം. അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് മെയിൻസ് എക്സാമും നമുക്ക് ക്ലിയർ ചെയ്യാം. ശ്രദ്ധിക്കണം, നമുക്ക് ബേസ് ചോദ്യങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് നെഗറ്റീവുകൾ കുറയ്ക്കുക. അതായത് പഠിച്ച കാര്യങ്ങളെല്ലാം ചോദിക്കും, പക്ഷെ അവിടെ ഒരു തരത്തിലുള്ള നെഗറ്റീവും വരുത്താതെ നല്ല ഒരു റേഞ്ചിലേക്ക് എത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം തന്നെയാണ് ഇവിടെ ഏറ്റവും അനിവാര്യം. അതിനുവേണ്ടി കൃത്യമായി തയ്യാറെടുക്കുക. എല്ലാവരും ഒരു നല്ല രീതിയിലുള്ള പഠനം തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. ഈ പറഞ്ഞ 6 കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. ഇത് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, റാങ്ക് ലിസ്റ്റിലെത്തിയ ഉദ്യോഗാർത്ഥികൾ കൃത്യമായും ചെയ്ത കാര്യങ്ങളാണ് ഈ പറയുന്നവയൊക്കെ. അപ്പൊ കൃത്യമായിട്ടും നമുക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. നോട്ടിഫിക്കേഷൻ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുക. PSC അത് പബ്ലിഷ് ചെയ്യും. അപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും, PSC പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരു നല്ല രീതിയിലുള്ള ഒരു പഠനം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക്സ് ഓൾ ഓഫ് യു.